കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ വീണ്ടും പുറത്തേക്ക് എന്ന രീതിയിൽ സൂചന വരുന്നു. സസ്പെൻഷൻ പിൻവലിച്ച സിൻഡിക്കേറ്റ് തീരുമാനം ഗവർണർ അസാധുവാക്കുന്ന കാര്യം പരിഗണനയിലാണ് എന്ന് രാജ്ഭവനുമായി ബന്ധമുള്ള ചില ആളുകൾ സൂചിപ്പിക്കുന്നു. തീരുമാനം ഇന്ന് വരുമെന്നാണ് അറിയുന്നത്. ഇതോടെ സർവകലാശാലയിലെ രാഷ്ട്രീയ നാടകങ്ങൾ പിന്നെയും തുടരും എന്നുകൂടി വാർത്തയുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഉമേഷ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഉമേഷ്, ശരിക്കും ഈ കെ എസ് അനിൽകുമാർ പുറത്തേക്ക് ഇറങ്ങേണ്ടി വരുമോ വീണ്ടും? തീർച്ചയായും അതിലേക്കാണ് നടപടികൾ പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കുന്നത്. കാരണം 3 സാധ്യതകളായിരുന്നു രാജ്ഭവന് മുന്നിൽ ഉണ്ടായിരുന്നത്. ഒന്നുകിൽ സെക്ഷൻ 7(4) പ്രകാരം സിൻഡിക്കേറ്റ് തന്നെ പിരിച്ചുവിടുക. അങ്ങനെ പിരിച്ചുവിടുന്ന നടപടിയിലേക്കോ സസ്പെൻഷൻ നടപടിയിലേക്കോ പോയി കഴിഞ്ഞാൽ അതിന് മുന്നോടിയായി ഈ സിൻഡിക്കേറ്റിനെ കേൾക്കണം എന്നൊരു നിബന്ധന കൂടിയുണ്ട്. അതായത് ഒരു സിൻഡിക്കേറ്റ് യോഗം കൂടി വിളിക്കേണ്ടി വരും. അപ്പോൾ അതിന് ഗവർണർ മുതിരാൻ സാധ്യതയില്ല. മറ്റൊരു സാധ്യത, ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുത്ത് അതിൻ്റെ ചെയറായ VC തന്നെ റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. ഈ സിൻഡിക്കേറ്റ് യോഗത്തിലെ തീരുമാനങ്ങൾ നിയമപരമായിട്ടല്ല എടുത്തിരിക്കുന്നതെന്ന്. സ്വാഭാവികമായി അതിലെ ചെയറായിരുന്ന സിൻഡിക്കേറ്റ് VC തന്നെ അത്തരമൊരു റിപ്പോർട്ട് കൊടുത്ത സാഹചര്യത്തിൽ ആ റിപ്പോർട്ടിന്മേൽ ആ സിൻഡിക്കേറ്റ് യോഗം പൂർണ്ണമായി റദ്ദാക്കിക്കൊണ്ടുള്ള നടപടി എടുക്കാൻ ഈ സിൻഡിക്കേറ്റ് അംഗങ്ങളെ ഇനി കേൾക്കേണ്ടതില്ല. അതായത് വീണ്ടും നിയമ നടപടിയിലേക്ക് അത് പോകാൻ സാധ്യത കുറവാണ്. അങ്ങനെയാണെങ്കിൽ ആ ചെയർ ആയ വൈസ് ചാൻസലർ സിസ തോമസിൻ്റെ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് പൂർണ്ണമായി അന്നേ ദിവസത്തെ സിൻഡിക്കേറ്റ് യോഗം പൂർണ്ണമായി റദ്ദാക്കിക്കൊണ്ട് തീരുമാനമെടുക്കാനാണ് ഇപ്പോൾ ഗവർണർ ആലോചിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുകയും ചെയ്യും. എന്തായാലും അതിന് മുന്നോടി ഏകദേശം ഒരു 11 മണിയോട് കൂടി തന്നെ ഒരു തീരുമാനം അറിയാൻ കഴിയും. ഇന്നലെയും രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്ത് എത്തുകയും സർവകലാശാല ആസ്ഥാനത്തെ ഫയലുകൾ എല്ലാം രജിസ്ട്രാർ തീരുമാനം റദ്ദാക്കിക്കൊണ്ട് രജിസ്ട്രാർക്ക് പുറത്തേക്കുള്ള വഴി ഗവർണർ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ വീണ്ടും സിൻഡിക്കേറ്റ് ഇതേ വിഷയം അജണ്ടയിലിട്ട് പാസ്സാക്കുകയാണെങ്കിൽ പിന്നീട് രാജ്ഭവൻ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം കൂടി ബാക്കിയില്ലേ? അത് തന്നെയാണ്. കാരണം സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം എപ്പോഴും സിൻഡിക്കേറ്റ് തീരുമാനം അതിന് മുകളിൽ ചാൻസലർക്കൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു പ്രത്യേകത കേരള സർവകലാശാലയുടെ റൂൾസിലും റെഗുലേഷൻസിലുമുണ്ട്. കാരണം ഈ സിൻഡിക്കേറ്റിൻ്റെ ഭാഗം കൂടി തന്നെയാണ് ചാൻസലർ. ഒരു വോട്ടിംഗ് പദവിയുള്ള ആൾ കൂടിയാണ് ചാൻസലർ. ചാൻസലർ അങ്ങനെ സിൻഡിക്കേറ്റ് യോഗത്തിലൊന്നും വരാറില്ല. എങ്കിൽ പോലും ചാൻസലർ കൂടി ഉൾപ്പെടുന്നതാണ് സിൻഡിക്കേറ്റിൻ്റെ തീരുമാനങ്ങൾ എന്നുള്ള ഒരു ക്ലോസ് കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ വീണ്ടും സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു കഴിഞ്ഞാൽ, പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു സിൻഡിക്കേറ്റ് യോഗം വിളിച്ച ശേഷം ഇനി 2 മാസത്തിൽ കൂടുമ്പോൾ, അതായത് 59ാമത്തെ ദിവസമെല്ലാം സിൻഡിക്കേറ്റ് യോഗം വിളിച്ചാൽ മതി. വേണമെങ്കിൽ സിൻഡിക്കേറ്റ് യോഗം വിളിക്കാതെ ഏകദേശം 2 മാസത്തോളം നീട്ടിക്കൊണ്ടു പോകാൻ വൈസ് ചാൻസലർക്ക് കഴിയും. പക്ഷേ അപ്പോഴും സിൻഡിക്കേറ്റിൽ 15 അംഗങ്ങൾ LDF അംഗമാണ്, CPM അംഗങ്ങളാണ്, ഒരാൾ കോൺഗ്രസ് അംഗമാണ്. നിലവിൽ 18 അംഗ അംഗങ്ങളിൽ 16 പേരും ഈ തീരുമാനത്തെ, VCയുടെ തീരുമാനത്തെയും ഗവർണറുടെ തീരുമാനത്തെയും എതിർക്കുന്ന ആളുകളാണ്. ആ സാഹചര്യത്തിൽ ഈ സിൻഡിക്കേറ്റിൽ ഭൂരിപക്ഷ തീരുമാനം ഈ രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെ നിലനിർത്തുക എന്നുള്ള തീരുമാനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു തീരുമാന പ്രകാരം രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെ വീണ്ടും പുറത്താക്കുകയാണെങ്കിലും വീണ്ടും ആ സസ്പെൻഷൻ നടപടി സിൻഡിക്കേറ്റ് കൂടി മാറ്റാൻ ഉള്ള അധികാരം സിൻഡിക്കേറ്റിനുണ്ട്. പക്ഷേ ആ സിൻഡിക്കേറ്റ് വീണ്ടും എപ്പോൾ വിളിക്കുമെന്നുള്ളത് VCയുടെ വിവേചനാധികാരം. അത് 2 മാസത്തിൽ ഒരിക്കലെല്ലാം വിളിച്ചാൽ മതി. അത് നീണ്ടുപോകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ.